ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം, ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. 7 of Cups, 6 of Swords, 4 of Wands. ബോട്ടം വന്നിട്ടുള്ളത് 8 of കപ്പിൻ്റെ എനർജിയാണ്. നമുക്ക് ഇവരുടെ തന്നെ വേറൊരു സ്റ്റാർസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ മോണോളജിയിലുള്ള കാർഡുകൾ നോക്കാം നമുക്ക്. A time for healing, believe in the impossible ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 7 of Cup ആണ്. അപ്പോൾ ശരിക്കും ഇന്ന് നിങ്ങൾക്കുള്ള എല്ലാ ഓപ്ഷനും മോശമല്ല എന്നാണ് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, കുറേയധികം ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നാണ് കാണുന്നത്. ഇതിൽ ഇപ്പോൾ കുറേ വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം അതിൽ കരിയറായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ട ഒരു ദിവസമായിരിക്കാം ഇത്. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാണാൻ അട്രാക്റ്റീവായ ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് കാണുന്നത് കൊണ്ട് അതിൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഏറ്റെടുക്കരുത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളത് ഏറ്റെടുക്കുക. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ കൊള്ളാവുന്ന പല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സംസാരത്തിൽ ഇത് ഓക്കെ ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ചില കാര്യങ്ങൾ ഒരു മായ പോലെ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കുക. അല്ല പെട്ടെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു തീരുമാനവും എടുക്കരുത് എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ അവസരങ്ങളും ഇത് നിങ്ങളുടേത് തന്നെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടേതാണെന്ന് പൂർണ്ണമായും തിരിച്ചറിയുന്ന കാര്യം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സോളിനോട് ചോദിക്കുക. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നാൽ നിങ്ങളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സോളിനോട് ചോദിച്ച് ആ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ള 6 of Swordsൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങളൊരു ഫിസിക്കലായിട്ടുള്ളൊരു യാത്ര മാത്രമായിരിക്കില്ല കേട്ടോ. ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ട്രാൻസിഷൻ്റെ ഫേസാണ്. നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സമയം. നമ്മൾ ചിലപ്പം ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി ഒരു പുതിയ സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് കേട്ടോ. കാരണം കുറേ പ്രതീക്ഷകളുണ്ട് നമുക്ക്.
നമ്മളുടെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറി ഇനിയെങ്കിലും ഒരു സമാധാനമായിട്ട് മുന്നോട്ട് പോകാം. അതായത് ചിലപ്പോൾ അത് സാമ്പത്തികമായിരിക്കാം. കുറേ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. ചിലപ്പോൾ ബാധ്യത തീർക്കാനുള്ളതോ, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതോ, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഏതോ ഒരു പുതിയൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നു എന്നാണ് കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ള ഒരു മാനസികാവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്കിത് നിങ്ങളൊരു ട്രാവല് തന്നെ നടക്കുന്നു എന്നാണ് കാണണം. നിങ്ങളൊരു ട്രാവല് പോകുന്ന ഒരു ഫിസിക്കൽ ട്രാവല് ഉണ്ട്, അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പഴയ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്ത് പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം പഴയ ചിലപ്പോൾ വേദനകളായിരിക്കാം, കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെച്ച് അവിടെ തന്നെ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയോടെ ഒരു പ്രത്യാശയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. ചില ബന്ധങ്ങളിൽ വന്ന പ്രശ്നങ്ങൾ, അതിലൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങളൊരു പുതിയ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്, എന്ത് ലെസണാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ പാസ്റ്റിലുണ്ടായ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹീലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ കുറേ വർഷങ്ങൾ എടുക്കൂട്ടാ. നമ്മളുടെ ജീവിതത്തിൽ ഒരു ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം നടന്നാൽ ചില ആൾക്കാർ അതിൽ നിന്ന് പെട്ടെന്ന് മാറി വേറെ സ്റ്റേജിലേക്ക് പോകും, അത് പെട്ടെന്ന് ഹീലാകും. ചില ആൾക്കാർക്ക് ഒരുപാട് വർഷം കഴിഞ്ഞാലും ആ വേദനകളുണ്ടാവും. അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ ചില കാര്യങ്ങളിൽ അങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി, ഇനി പുതിയ ചാപ്റ്റർ എഴുതേണ്ടത് നിങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ കടന്നുപോയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ച അനുഭവങ്ങളും പാഠങ്ങളും ആ ഒരു പാഠത്തിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത അനുഭവത്തിലൂടെ നിങ്ങൾ എഴുതിയ പുതിയ പാഠങ്ങളുണ്ടല്ലോ, അതാണ് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അല്ലാതെ പഴയ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ശരിയായ വഴി തിരഞ്ഞെടുക്കുക. ഇതിൽ 7 ഓഫ് കപ്പ് ഉണ്ട്, കുറേ സാധ്യതകളും സാഹചര്യങ്ങളും എക്സ്പീരിയൻസും ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അടുത്ത് വന്നിട്ടുള്ളത് 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുമായിട്ട് വന്നല്ലേ. അവിടെ കിടക്കല്ലേ മോനെ, അയ്യോ അവിടെ കിടന്ന് പറ്റൂല, കാർഡ് നീ ഇപ്പുറത്ത് വാ. ഒന്നില്ല എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെ ഇരിക്കല്ലേ നോമ, പ്ലീസ്. സോറി ഇവളിങ്ങനെയാണ്. അവൾക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ അവൾക്ക് അവിടെ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ എടുക്കട്ടെ, ഞാൻ ഒരു കാർഡും കൂടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ, പ്ലീസ് അതും കൂടെ ഞാൻ എടുത്തോട്ടെ. അപ്പോൾ നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്യുന്ന ചില ആൾക്കാരുമായിട്ട് ഇന്നത്തെ ദിവസം ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുക്കും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുമായിട്ട് നിങ്ങളിന്ന് കൂട്ടുകൂടുന്ന എനർജിയോ നിങ്ങളൊരു യാത്ര ചെയ്യുന്ന എനർജിയോ ഒക്കെ ഉണ്ട് എന്നാണ് കാണുന്നത്. ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ കിട്ടും കേട്ടോ. കുറേ ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഫാമിലിയിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ചിലപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം.
അങ്ങനെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായി അങ്ങനെ ഒരിതും കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് കാണാതിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണുന്നതോ അവരുമായിട്ടൊരു ഡിന്നറിനൊക്കെ പോകുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം, ബർത്ത്ഡേയോ വിവാഹം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേട്ടോ. എന്തോ ഒരു നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ഫംഗ്ഷൻ നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില വ്യക്തികളെ വേണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സൗഹൃദം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുപോകേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കാം, നിങ്ങൾ വിട്ട് കളയേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നും നിങ്ങളെ ആവശ്യമില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇമോഷണലി ഫുൾഫിൽ ആകാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഓക്കെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് വിട്ടു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ പൊന്നു നോമോ കഷ്ടമല്ലേ, നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം ചില സ്ഥലങ്ങളോട്. മിണ്ടായിരുന്നോ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം. പക്ഷേ അവിടം നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് നിങ്ങളത് വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നെങ്കിലോ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ അതൊക്കെ വിട്ട് കളയുന്നു എന്നും കാണുന്നുണ്ട്. ഒരുപാട് കാലം പിടിച്ചു നിന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു പോകണം എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ പോലെ നിങ്ങളവിടെ കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ട ഒരു മെസ്സേജാണിന്ന്. പുറത്ത് പോകേണ്ട ഒരു മെസ്സേജാണ് ഇന്ന് നിങ്ങൾ പുറത്ത് പോകണം എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പുറത്ത് വിശാലമായൊരു ലോകമുണ്ട് കേട്ടോ. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടായിരിക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ കംഫർട്ട് സോണിൽ അങ്ങനെ നമ്മൾ സേഫായിട്ട് ഇരിക്കുന്നു എന്നുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല. ഇത് എൻ്റെ കംഫർട്ട് സോണാണ്. ഇതെനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല. നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പുറത്ത് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അടുത്ത് സ്റ്റാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യു ക്യാൻ മാനിഫെസ്റ്റ് യുവർ എവരി വിഷാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യം വേണോ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ്. പക്ഷേ നിങ്ങളുടെ വിഷൻ ചെറുതാക്കാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ എനിക്കിതേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് കൂടുതൽ കാര്യമൊന്നും പറ്റണില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇതിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ ചെറുതാക്കരുത് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ശരിക്കും വലിയ ഫ്രെയിമിൽ നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്കെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടെ ചിന്തിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, പിന്നെ കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യണം, പിന്നെ മാനിഫെസ്റ്റേഷൻ വേണം, പിന്നെ ലക്ക് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നടക്കും. പക്ഷെ ഇന്നത്തെ ഒരു മെസ്സേജ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് വേണോ ആഗ്രഹിച്ചോളാനാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് ഒരു
നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം ആദ്യം. ഈ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കണം. അപ്പം ആ ആക്ഷൻ എടുക്കുന്നതനുസരിച്ച് മാറാനുള്ളൊരു കഴിവും നിങ്ങൾക്ക് വേണം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളിപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ടൈം ഫോർ ഹീലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇത് ഒരു കർത്തവാവ് കഴിഞ്ഞ് അവസാനത്തെ ഒരു സൈക്കിളാണ് കേട്ടോ. കർത്തവാവിൻ്റെ അവസാനത്തെ സൈക്കിൾ, അതായത് പൗർണമി വരാൻ ഇനി 1-2 ദിവസങ്ങൾ മാത്രമുള്ള, 1 ദിവസമോ 2 ദിവസമോ മാത്രമുള്ള ഒരു മൂണാണിത്. അപ്പോൾ ബാൽസമിക് മൂണാണ്. അപ്പം 2 ദിവസം കഴിയുമ്പം പൂർണ്ണചന്ദ്രൻ എത്തും. അല്ല സോറി കേട്ടോ, സോറി 2 ദിവസം കഴിയുമ്പം ഈ ന്യൂ മൂണാണ്, പൂർണ്ണമായും കർത്തവാവാണ് എന്നുള്ളതാണ് കേട്ടോ. കർത്തവാവ് വരാൻ 2 ദിവസം കൂടിയേ ഉള്ളൂ പൂർണ്ണമായും കർത്തവാവ് വരാൻ. അപ്പോൾ ഇത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ റിലീസ് ചെയ്യേണ്ടുന്ന അതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റെപ്പാണ് ഇതാണെന്ന് കാണാൻ. ചില കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയൂലേ, അത് ദൈവം ആയിട്ട് നടത്തേണ്ട കാര്യം. അല്ലാതെ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും എത്ര മാനിഫെസ്റ്റ് ചെയ്താലും ചില നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രം നടക്കും. അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ അത് നാച്ചുറലി അത് ഹീൽ ചെയ്യാൻ നിങ്ങൾ വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ അത് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ അത് നടക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പം വലിയൊരു വിഷമത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വിഷമം ഇപ്പം നാളെ തന്നെ അത് ഹീൽ ചെയ്ത് എനിക്ക് പുറത്തിറങ്ങണം എന്നുള്ളതല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് മെസ്സേജ് അതായിരുന്നു. ചില കാര്യങ്ങൾ റിലീസ് ചെയ്ത് അതിന്ന് ഹീൽ ചെയ്ത് പുറത്ത് കിടക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതെല്ലാവർക്കുള്ള മെസ്സേജ് അല്ല, കുറച്ച് ആൾക്കാർക്കുള്ള മെസ്സേജ് ആയിരിക്കാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നതൊരു ചെറിയ കാര്യമല്ല. ആ ഒരു കാര്യം ചിലപ്പോൾ വർഷങ്ങളായാൽ മാത്രമേ എനിക്ക് പൂർണ്ണമായി അത് ഹീൽ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം എന്നാണ് കാണുന്നത്. നിങ്ങളിൽ നിന്ന് മൂൺ ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളത് പെട്ടെന്ന് ഇന്നോ നാളെയോ ഈ ഹീലിംഗ് പ്രോസസ്സ് ഫിനിഷ് ആകണം എന്നൊന്നും വിചാരിക്കരുത്. അത് നടക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വളരെ ശാന്തമാക്കി വയ്ക്കുക. പഴയ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. ഇത് ഇനി ചില കാര്യങ്ങൾ നമ്മളെ പാസ്റ്റിൽ സന്തോഷിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ, അത് പഴയ കാര്യങ്ങളാണ്. അത് ക്ലോസ് ചെയ്യാനുള്ള സമയമായി എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ആണ്, ബ്ലൂ മൂണാണ്. അപ്പോൾ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് കാണുന്നത്. ഇത്രയും കാലം നടന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നടക്കും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇനി ഇത് നടക്കൂല എന്നാൽ നിങ്ങൾ ശരിക്കും ഒരു ക്ലോഷർ കൊടുത്തിരുന്ന ഒരു സംഗതി, അത് ഇനി നടക്കാൻ പോകണില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഒരു മിറക്കിള് പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിങ്ങൾക്ക് നടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതിൽ ചിലപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ഒട്ടും സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലും ഒരു ചെറിയ പ്രത്യാശ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. കാരണം ഫുൾ അതാണ് കണ്ടത്. നിങ്ങൾ പക്ഷെ പ്രാക്ടിക്കലായിരിക്കണം. കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ പ്രാക്ടിക്കലായിരിക്കണം. പക്ഷേ പ്രാക്ടിക്കലായാൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നടക്കും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ പഴയ കൺഫ്യൂഷനൊക്കെ മാറ്റി പുതിയൊരു ചാപ്റ്ററോ ക്ലോസ് ചെയ്യുക, പഴയ കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ എല്ലാ ആൾക്കാരും പഴയ വേദനകൾ, പഴയ സ്ട്രഗിള്, പഴയ ചീറ്റിങ്, ഇതൊക്കെ പഴയതാണ്. ആ പഴയതൊക്കെ നമുക്ക് ഡസ്റ്റ്ബിന്നിൽ കളയാനുള്ള സമയമായി. അത് നിങ്ങൾ കളയുക. ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നു, അതിനെ റഷ് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യിപ്പിക്കേണ്ട.
അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയം അതിലൊരു കാര്യം, നമുക്കൊരു പുതിയ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വീട്ടിൽ താമസമാകുമ്പോൾ, ഒരു പുതിയ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ്, ഒരു സൗഹൃദങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ സാമ്പത്തിക സ്രോതസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പോൾ ഈ പഴയ കാര്യങ്ങൾ പതിയെ 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 റിലീസായി പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.